റെസ്പിറേഷൻ ആൻഡ് എക്സ്ക്രീഷൻ 9th സ്റ്റാൻഡേർഡിലെ ബയോളജിയിലെ 3rd ചാപ്റ്ററാണ്. വളരെ സിമ്പിളായിട്ട് പഠിക്കാം. ആൻറ്റോയിൻ ലാവോയ്സർ എക്സ്പ്ലെയിൻഡ് ദ പ്രോസസ് ഓഫ് റെസ്പിറേഷൻ. റെസ്പിറേഷൻ അല്ലെങ്കിൽ ശ്വസനം എന്ന പ്രക്രിയ എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലാക്കി തന്ന സയൻറ്റിസ്റ്റാണ് ആൻറ്റോയിൻ ലാവോയ്സർ. ആൻറ്റോയിൻ ലാവോയ്സർ പേര് ഓർത്തിരിക്കണം. ആൻറ്റോയിൻ ലാവോയ്സർ പറഞ്ഞതാണ്, ഏതൊരു സാധനവും തീ കത്തണമെങ്കിൽ ഓക്സിജൻ വേണം. ലാസ്റ്റ് റിലീസ് ചെയ്യുന്നത് കാർബൺ ഡയോക്സൈഡും ഹീറ്റ് എനർജിയും ആണ്. ഓക്കെ, ഇനി റെസ്പിറേഷൻ നടക്കണമെങ്കിൽ ഓക്സിജൻ വേണം. ലാസ്റ്റ് റിലീസ് ചെയ്യുന്നത് കാർബൺ ഡയോക്സൈഡും എനർജിയും ആണ്. അപ്പം തീ കത്തുന്ന പ്രോസസ്സും അതേപോലെ റെസ്പിറേഷൻ എന്ന പ്രോസസ്സും സെയിം ആണ് എന്നാണ് ആൻറ്റോയിൻ ലാവോയ്സർ പറഞ്ഞത്. രണ്ട് പ്രോസസ്സും തീ കത്തണമെങ്കിലും റെസ്പിറേഷൻ നടക്കണമെങ്കിലും ഓക്സിജൻ വേണം. അതേപോലെ ലാസ്റ്റ് ഉണ്ടാകുന്ന പ്രോഡക്റ്റ് എന്നത് കാർബൺ ഡയോക്സൈഡും എനർജിയും ആണ്. ആൻറ്റോയിൻ ലാവോയ്സർ റെസ്പിറേഷനിലും ബേണിങ്ങിലും നടക്കുന്നത് ഒരേ പ്രോസസ്സാണ് എന്ന് നമുക്ക് പറഞ്ഞു തന്നത് ഒരു എക്സ്പെരിമെൻറ്റിലൂടെയാണ്. ആ എക്സ്പെരിമെൻറ്റ് എന്തെന്ന് സിമ്പിളായിട്ട് നോക്കാം. അതിനുവേണ്ടി ഗിനിയ പിഗിനെ എടുത്തു. ഗിനിയ പിഗ് എന്നത് വലിയ സ്പെഷ്യൽ ജീവിയൊന്നുമല്ല. അത് അമേരിക്കയിൽ സാധാരണയായിട്ട് കാണപ്പെടുന്ന ഒരു ജീവിയാണ്. പന്നിയുടെ കൂട്ടിരിക്കും, പക്ഷേ അത് എലിയുടെ അത്രയും കാണത്തുള്ളൂ. ആദ്യം ഒരു ചെറിയ ബക്കറ്റ് എടുക്കുന്നു. ഓക്കെ, ശേഷം ജീവനുള്ള ഒരു ഗിനിയ പിഗിനെ ഈ ബക്കറ്റിനുള്ളിൽ വെക്കുന്നു. ശേഷം ആ ബക്കറ്റ് ഒരു വല കൊണ്ട് മൂടിക്കെട്ടുന്നു. ഓക്കെ, ഇനി വലിയൊരു ബക്കറ്റ് എടുക്കുന്നു, അതിൽ നിറച്ചും ഐസ് ഇടുന്നു. ശേഷം ഈ ചെറിയ ബക്കറ്റ് ഈ ഐസിനുള്ളിലേക്ക് ഇറക്കി വെക്കുന്നു. ഓക്കെ, ശേഷം ആ വലിയ ബക്കറ്റ് ഇൻസുലേറ്റ് ചെയ്യുന്നു. പുറത്തുനിന്ന് ചൂടും തണുപ്പും ഒന്നും ഉള്ളിലേക്ക് കടക്കരുത്, ആ രീതിയിൽ അത് അടച്ച് വെക്കുന്നു. ഇനി ഐസ് ഉരുകണമെങ്കിൽ, ഐസ് മെൽറ്റ് ആകണമെങ്കിൽ ഹീറ്റ് വേണം. ഓക്കെ, പക്ഷേ ചൂട് പുറത്തു നിന്ന് ഉള്ളിലേക്ക് കടക്കാത്ത രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തത് കാരണം ആ ഐസ് ഉരുകാൻ സാധ്യതയില്ല. ഓക്കെ, അപ്പം കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പം ഐസ് തന്നെ മെൽറ്റായി. ആക്ച്വലി ഇവിടെ എന്താണ് സംഭവിച്ചത് എന്ന് വെച്ചാൽ, നമ്മുടെ ഗിനിയ പിഗ് അവിടെ ഇരുന്ന് റെസ്പിറേഷൻ നടത്തുന്നുണ്ടായിരുന്നു. ഓക്കെ, ജീവനുള്ള ഗിനിയ പിഗിനെയാണ് ആ ബക്കറ്റിനുള്ളിൽ വെച്ചത്. അത് അവിടെ ഇരുന്ന് ശ്വസിക്കുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് കാർബൺ ഡയോക്സൈഡും ഹീറ്റ് എനർജിയും പുറത്തേക്ക് റിലീസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഹീറ്റ് എനർജി ഉപയോഗിച്ചിട്ടാണ് ആ ഐസ് മെൽറ്റായത്. ഏകദേശം 80 കിലോ കലോറി ഹീറ്റ് എനർജി യൂസ് ചെയ്തു എന്നാണ് ലാവോയ്സർ കണ്ടെത്തിയത്. ഇങ്ങനെയാണ് ലാവോയ്സർ നമുക്ക് പറഞ്ഞു തന്നത്, ബേണിങ്ങിൻ്റെ കൂട്ട് തന്നെ റെസ്പിറേഷനിലും ഹീറ്റ് എനർജി റിലീസ് ചെയ്യുന്നുണ്ട് എന്ന്. റെസ്പിറേഷനിലും ബേണിങ്ങിലും നടക്കുന്ന പ്രോസസ്സ് സെയിം ആണ് എന്ന് മനസ്സിലാക്കി. ഓക്കെ, എങ്കിൽ ഇവിടെ ഓക്സിജൻ്റെ റോൾ എന്താണ് എന്ന് ചോദിച്ചാൽ എന്താണ് പറയുക? ബേണിങ്ങും റെസ്പിറേഷനും കെമിക്കൽ പ്രോസസ്സുകൾ ആണ്. ഓക്കെ, ഇവിടെ ഓക്സിജൻ ഒരു ഓക്സിഡൈസിങ് ഏജൻ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ബേണിംഗ് ആൻഡ് റെസ്പിറേഷൻ ആർ ടു കെമിക്കൽ പ്രോസസ് വെയർ ഓക്സിജൻ ആക്ട് ആസ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. ഇനി റെസ്പിറേഷനിലും ബേണിങ്ങിലും പ്രോഡക്റ്റ് എന്തെന്ന് ചോദിച്ചാൽ കാർബൺ ഡയോക്സൈഡും എനർജിയും. ഓക്കെ, റെസ്പിറേഷൻ നടക്കണമെങ്കിലും ബേണിംഗ് നടക്കണമെങ്കിലും എന്ത് വേണം? ഓക്സിജൻ വേണം. ലാസ്റ്റ് ഉണ്ടാകുന്ന പ്രോഡക്റ്റ് എന്നത് കാർബൺ ഡയോക്സൈഡും എനർജിയും ആണ്. ഇതാദ്യമായിട്ട് പറഞ്ഞു തന്നത് ആരാണ്? ആൻറ്റോയിൻ ലാവോയ്സർ.